നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. H-1B വിസ ലോട്ടറി റദ്ദാക്കുവാനും ഉന്നത വിദ്യാഭ്യാസമുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് അവരുടെ രാജ്യത്തിന്റെ അനുവാദമനുസരിച്ച് ഗ്രീൻ കാർഡ് നൽകുന്നതും നിർത്തലാക്കുന്നതിനായുള്ള നിയമ ഭേദഗതി അവതരിപ്പിക്കാൻ US ഹൌസ് റെപ്രസെന്റേറ്റീവുമാരായ ഡെറൽ ഈസ, സോൾ ലബ്ഗ്രെയിൻ എന്നിവർ തയ്യാറെടുക്കുന്നു. ഇപ്പോൾ ഓരോ വർഷവും ജോലിയുടെ അടിസ്ഥാനത്തിൽ 1,40,000 ഗ്രീൻ കാർഡുകളാണ് നൽകുന്നത്. ഓരോ രാജ്യങ്ങളുടെയും വീതം അനുസരിച്ച് ഒരു രാജ്യത്തിനും 7% കൂടുതൽ ഗ്രീൻ കാർഡ് നൽകുവാൻ അനുവാദമില്ല. ഇതുമൂലം ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ള ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും ഗ്രീൻ കാർഡ് ലഭിക്കുവാൻ വളരെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി വരുന്നു. വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനായി അനുവദിച്ചിരുന്ന 2 വർഷ കാലാവധി 3 വർഷമായി ഉയർത്തിയതിനെതിരെ വാഷിംഗ്ടൺ DC സർക്യൂട്ട് കോർട്ടിൽ വാഷിംഗ്ടൺ അലയൻസ് ഓഫ് ടെക്നോളജി വർക്കേഴ്സ് നൽകിയ കേസ് കോടതി തള്ളിക്കളഞ്ഞു. ഇതോടെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ശേഷം ഇവിടെ പരിശീലനം നേടുവാനും ജോലി നേടുവാനുമുള്ള സൌകര്യം ഉണ്ടാകുന്നു. ഇതോടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ തീരുമാനം മെയ് 10 മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനുള്ള നിയമസാധ്യതയുണ്ടായി. അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ കുടിയേറ്റക്കാർ ചൈനക്കാരാണെന്നതിനു പുറമെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വസ്തുവകകൾ വാങ്ങിക്കുന്ന വിദേശീയരും ഇവരാകുന്നു. ഏഷ്യ സൊസൈറ്റിയും റോസൻ കൺസൾട്ടിംഗ് ഗ്രൂപ്പും നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ $110 ബില്യൺ മുതൽ മുടക്കാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചൈനക്കാർ നടത്തിയിരിക്കുന്നത്. കൂടാതെ US ഗവൺമെന്റിന്റെ EB-5 ബിസിനസ് വിസ വിഭാഗത്തിൽ 2010 മുതൽ ചൈനക്കാർ $9.5 ബില്യൺ മുതൽ മുടക്കിയിരിക്കുന്നത്. പ്രസിഡന്റ് ഒബാമയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് റൈസറായിരുന്ന ഡെവൻ പരേക്കിന്റെ ഓവർസീസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായുള്ള നിയമനം US സെനറ്റ് അംഗീകരിച്ചു. നിരവധി പ്രമുഖ ഗവൺമെന്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഇദ്ദേഹം 2010 മുതൽ 2012 വരെ US എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിന്റെ അഡ്വൈസറി ബോർഡ് അംഗമായിരുന്നു. 4 ഇന്ത്യൻ വംശജരായ ഡോക്ടർമാർ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളിയായ ഡോക്ടർ വിക്ടർ താന്നിക്കലിനെ കൂടാതെ രവി ഭാട്ടിയ, സ്മിത ഭാട്ടിയ ദമ്പതികൾ, അരുൺ സൻസിയൽ എന്നീ ഡോക്ടർമാർക്കാണ് ഈ അംഗീകാരം ലഭിച്ചത്. ഭാട്ടിയ ദമ്പതികൾ ലോകമെമ്പാടുമായി അറിയപ്പെടുന്ന ക്യാൻസർ രോഗ ഗവേഷകരാണ്. ഡോക്ടർ വിക്ടർ യൂണിവേഴ്സിറ്റി ഓഫ് അലബാമയിലെ മെഡിസിൻ ആൻഡ് പത്തോളജി പ്രൊഫസറും പൾമനറി ഡിവിഷന്റെ ഡയറക്ടറുമാണ്. ഇന്ത്യൻ വംശജനായ 15 വയസ്സുകാരൻ ശ്യാമന്തക് പൈറ ഇന്റൽ ഫൌണ്ടേഷന്റെ യങ് സയന്റിസ്റ്റ് അവാർഡിന് അർഹനായി. ഈ 15-കാരന് ചിലവ് കുറഞ്ഞ ഇലക്ട്രോണിക് നീ ബ്രേസ് വികസിപ്പിച്ച് എടുത്തതിനാണ് അവാർഡ് ലഭിച്ചത്. ഈ ഇലക്ട്രോണിക് നീ ബ്രേസ് ഉപയോഗിച്ച് കാൽമുട്ടിന് ശക്തി കുറഞ്ഞ് നടക്കുവാൻ സാധിക്കാത്തവർക്ക് നടക്കുവാൻ സാധിക്കും. 1700 മത്സരാർത്ഥികളെ മറികടന്നാണ് ശ്യാമന്തക് അവാർഡ് നേടിയത്. യങ് സയന്റിസ്റ്റ് അവാർഡിന്റെ സമ്മാനത്തുക $50,000 NBC ടുഡേ ന്യൂയോർക്ക് ടൗൺ ഹാളിൽ നടത്തിയ പ്രത്യേക ക്ഷണിക്കപ്പെട്ട വ്യക്തികളുടെ മുഖാമുഖത്തിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്രീ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുകയുണ്ടായി. ഏഷ്യൻ അമേരിക്കൻ റിപ്പബ്ലിക്കൻ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഫൌണ്ടറും മുൻ ചെയർമാനും കൊല്ലം സ്വദേശിനിയുമായ ഡോക്ടർ പ്രസില്ല പരമേശ്വരൻ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ക്ഷണിതാക്കളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഉത്തരം നൽകി. 200ഓളം പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾ NBC ടുഡേയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി തിരഞ്ഞെടുത്ത 4 പേരിൽ ഒരാൾ ഡോക്ടർ പ്രസില്ല പരമേശ്വരനായിരുന്നു. Go back to the crowd here, Mr. Trump. Dr. Priscilla Paramus Warren of Scarsdale, New York. She's married with 1 son, registered Republican, and a supporter of yours. Thank you. Mr. Trump, your wife Melania suggested that you be presidential. Can you tell us some of the things that you have done to be more presidential? Well, it's true. Melania would like me to not hit as hard sometimes, and yet, when I started, we had 17 people, and I was being hit from every angle by governors and senators and really smart and wonderful people. He endorsed me, Ben Carson and others, and Chris Christie, another one. And you're being hit pretty hard. I felt that I had to hit back very hard. And I think if I didn't, if I acted very presidential, I wouldn't be sitting up here today. Somebody else might be. It wouldn't be me. So I will tell you, it's easier for me to be presidential than for me to be doing what I've been doing for the last really 9 months. But at the right time, I will be so presidential, you will be so bored, you will say,
Can he have a little bit more energy? But I know when to be presidential. We have 2 more left. They have absolutely no path to victory. In fact, it was announced this morning they have no path to victory. And we have a very easy path to victory. And I think they'll be gone very soon. മുൻ അയോവ സ്റ്റേറ്റ് നിയമസഭാംഗമായിരുന്ന സ്വാതി ധണ്ടേക്കറിനെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി US സെനറ്റ് നാമനിർദ്ദേശം ചെയ്തു. 2003 ആദ്യമായി ഒരു ഇന്ത്യൻ അമേരിക്കൻ അയോവ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2009 വരെ ഇവർ അയോവ നിയമസഭാംഗമായിരുന്നു. 2014 US കോൺഗ്രസിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 1973 സ്വാതി ധണ്ടേക്കർ അമേരിക്കയിലേക്ക് കുടിയേറിയത്. യാഥാസ്ഥിതിക എഴുത്തുകാരനും സിനിമാ നിർമ്മാതാവും ഇന്ത്യൻ വംശജനുമായ ദിനേശ് ഡിസൂസ നിർമ്മിച്ച ഹില്ലറീസ് അമേരിക്ക എന്ന സിനിമ ജൂലൈ 15 പ്രദർശനം ആരംഭിക്കുന്നു. പ്രസിഡന്റ് ഒബാമയുടെയും ഹിലറി ക്ലിന്റന്റെയും നിശിത വിമർശകനായ ഇദ്ദേഹം നിർമ്മിച്ച 2016 ഒബാമസ് അമേരിക്ക ബാക്ക് ഇൻ 2012 എന്ന ചിത്രം എക്കാലത്തെയും മികച്ച ഡോക്യുമെന്ററി ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. It is my judgment. Dinesh D'Souza was sentenced on Tuesday to spend 8 months in a confinement center. It all began when the Obama administration tried to shut me up. You know, gang's all about stealing, man. What did I learn? All crime is about stealing. The big criminals are still at large. Didn't see any reason to keep them. The system doesn't go after them because they run the system. It's time to go behind the curtain and discover the soul of the Democratic Party. എക്കോ അസോസിയേഷനും ഇന്ത്യൻ നഴ്സസ് അസോസിയേഷനും സംയുക്തമായി സൌജന്യ ക്യാൻസർ അവയർനെസ് ക്യാമ്പ് നടത്തുകയുണ്ടായി. ന്യൂയോർക്ക് ന്യൂ ഹൈഡ് പാർക്കിൽ വെച്ച് നടന്ന സെമിനാറിൽ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂയോർക്ക് നഗരത്തിലെ നിരവധി മലയാളികളും മലയാളി മാധ്യമ പ്രവർത്തകരും ഈ സെമിനാറിൽ പങ്കെടുക്കുകയുണ്ടായി. We have very distinguished people with me here, doctors and other professionals. I see this as a partnership between India Press Club and ECHO, so that we can benefit the community, especially on a significant initiative like this for the cancer awareness program. ECHO, as you all know, enhance community through harmonious outreach. Initiated approximately 2+ years ago. We are self-financing organization, and our goal is to give back to our community here where we work and where we live. Few initiatives which we started with, I hope you all know. The first one was the disaster Katrina, when we helped our hands and helped the community there. The second, but the major and probably the most accepted one in our community was the Nepal disaster relief. Exactly the same day last year on Mother's Day. Some people die even after diagnosing within 2 weeks, 3 weeks. How it happens without any symptoms? There are more than 50 types of cancer, and it all depends on the stage where they are diagnosed with. That's why screening and regular physical exam is so important. Even then, there are certain cancers which we probably won't be able to pick, even with a dedicated physical exam and blood test. There are cancers which are hard to pick, and it all take a lot of time to develop. So for example, before colon cancer or cancer in the large intestine develops completely, it starts as a small growth that takes up to 5 years, 7 years to become a full-blown cancer. So you have an opportunity when you have absolutely no symptoms to perform the test and detect it early and cure yourself. But if you come at a stage when you have problems and symptoms and the cancer has spread, at that stage it becomes incurable. So you want to get, when you say a screening test, the idea is get a test performed at a stage when you have no problems, no symptoms, at a stage when it's completely curable. So that's the whole idea of performing a screening test.
perform a test in someone who's healthy to prevent cancer. Malayali community, any disease from cancer, anything, they shy, they don't talk to people, they keep it to themselves. Only at the last stage we get to find out things like whether it be cancer, whether it be sleep apnea, whether it be anything. We have seen the agony the patients and the family and the community goes through when the patient is really having the end stage of cancer. So it is very important that we, as a nursing community and other community, we have to educate our people, to come for screening, and early detection is very important. It's very important. If you people know Mamata Mohandas, or the movie actress, actually she was saved with one physician telling about our drug, which is a miracle drug now, Bristol Myers Squibb and Merck, and she is saved now. She came for acting. So how this all happens is through communication. നിങ്ങളുടെ ആ ഒരു നിസ്തുലമായ ഇതിനോടുള്ള സ്നേഹവും ഈ സമൂഹത്തിലുള്ള നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുള്ള കടപ്പാടുമാണ് നിങ്ങളെ എല്ലാവരും ഇവിടെ എത്തിക്കുവാൻ സാധിച്ചതെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള എല്ലാവരോടുള്ള പ്രത്യേക നന്ദി, സ്നേഹം ഈ സമയത്ത് ഒരിക്കൽ കൂടി എക്കോയുടെ പേരിൽ അറിയിക്കുന്നു. ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്ററും ഡാലസ് കേരള അസോസിയേഷനും സംയുക്തമായി നടത്തിവരുന്ന സീനിയേഴ്സ് ഫോറത്തിന്റെ സെമിനാറിൽ പ്രമുഖ ഭിഷഗ്വരനും സാഹിത്യകാരനും പ്രാസംഗികനുമായ ഡോക്ടർ എം.ഇ. പിള്ള പ്രഭാഷണം നടത്തി. വാർദ്ധക്യകാലവും സമകാലീന ശാസ്ത്രീയ നിരീക്ഷണങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണത്തിൽ ഡാലസ് ഫോർട്ട് വർത്തിലെ നിരവധി മലയാളി സീനിയർ സിറ്റിസൺസ് പങ്കെടുത്തു. പ്രസിഡന്റ് ബാബു മാത്യു സ്വാഗതവും സെക്രട്ടറി റോയ് കൊടുവത്ത് സദസ്സിന് നന്ദിയും പറഞ്ഞു. ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടി ഇങ്ങനെ വന്നതിനെ തുടർന്നാണ് ഈ 60 വയസ്സാകപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറയുന്നത്. പണ്ട് ഒരു പിരമിഡായിട്ടായിരുന്നു. അതായത് ഒരു സമൂഹം എടുത്താൽ എൻ്റെ ഏറ്റവും മുകളിൽ കുറച്ച് വൃദ്ധജനങ്ങളും താഴോട്ട് വരുന്നവരും പ്രായമായവരും. ഇപ്പോഴത് മാറി. ഇപ്പം മുകളിലും 60 വയസ്സ് കഴിഞ്ഞാൽ വലിയൊരു സംഖ്യ. അപ്പം ഇത് റെക്ടാങ്കിളായിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ 70 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അത് രണ്ടായിട്ട് തിരിക്കും. അഗ്രസീവ് ഡിസീസ് അല്ലെങ്കിൽ ഇൻഡോളന്റ് ഡിസീസ്. നിരുപദ്രവിയായ പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഉപദ്രവിയായ പ്രോസ്റ്റേറ്റ് ക്യാൻസറും. ഉപദ്രവിയായ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ അതിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിൻ്റെ വളർച്ചയുടെ തോത് തീരുമാനിച്ചതിന് ശേഷമേ ചികിത്സിക്കുള്ളൂ. എൻ്റെ പരിചയത്തിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉൾപ്പെടെ ഇപ്പോൾ 7 പേരുണ്ട്. 7 പേരിൽ 3 പേരുടെ മാത്രമേ ക്യാൻസറിന് ഉപദ്രവിയായിട്ടുണ്ട്. ബാക്കി 4 പേരെ ഞാൻ ഫോളോ ചെയ്തിരിക്കുകയാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സാണ് എൻ്റെ കൂടെ പഠിച്ചത്. ബാക്കിയുള്ളവരെ ഞാൻ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റൊക്കെയുള്ള എല്ലാ ദിവസവും രാവിലെ ഇമെയിൽ വന്നുകൊണ്ടിരിക്കും. ബാക്കി 4 പേർക്കും കഴിഞ്ഞ് 4 കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ല. 3 പേർക്ക് അതിൻ്റെ ആ രോഗം. ഡാലസിൽ മുങ്ങിമരിച്ച ശ്രേയസ് ആന്റണിയുടെ വ്യൂയിംഗ് സണ്ണിവേൽ ന്യൂ ഹോപ്പ് ഫ്യൂണറൽ ഹോമിൽ വെച്ച് നടത്തുകയുണ്ടായി. തൃശൂർ ചിറക്കൽ മാളിയേക്കൽ ആന്റണി മേരി ദമ്പതികളുടെ മകനാണ് ശ്രേയസ്. ഉപരിപഠനാർത്ഥം അമേരിക്കയിൽ വന്ന ശേഷം ഡിട്രോയിറ്റ് ജനറൽ മോട്ടോഴ്സ് കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു. ശവസംസ്കാര ശുശ്രൂഷകൾ കേരളത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.